നല്ല ആഴം ഉണ്ടാവും. നല്ല ആഴമുണ്ട്. എത്ര ആഴം കാണും? ഇവിടെയൊക്കെ ഒരു 25 മുകളിലോട്ടുണ്ട്. അപ്പോൾ നീന്തുന്നത് ഒരു കാട്ടാനകൾ നീന്തി വരുന്ന റൂട്ടാണിത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇതെന്ന് പറയുന്നത് കോട്ടൂരാണ് കേട്ടോ. കോട്ടൂർ ആന റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ രാവിലെ വന്നതാണ്. ഞായറാഴ്ച ഇരുന്നപ്പം വെറുതെ പൊക്കളയാൻ തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ 7 മണിയായി. നമ്മളാണ് ഫസ്റ്റ് ആൾക്കാർ. കയറി നോക്കാവേ. പൂട്ടിയിരിക്കണ്ട ഗൈസ്, ഇത് പൂട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ രാവിലെ വന്നത് ചമ്മിപ്പോയി. എൻട്രൻസ് പ്ലാസയിലെല്ലാം പൂട്ടിയിട്ടേക്കത്. ഗൂഗിളിലെ സമയം തെറ്റാണ്. ആരും ഗൂഗിളിലെ സമയം നോക്കി വരല്. ഗൂഗിളിൽ 7 മണി എന്നുള്ള സമയം കണ്ടിട്ട് അത് നോക്കി വന്നതാണ്. പെട്ടുപോയി ഗൈസ്. പെട്ടുപോയെന്ന് പറഞ്ഞാൽ ആരും ഇല്ല ഒന്ന്. പിന്നെ ആനയെ കാണണമെന്ന് വിചാരിച്ചാണല്ലോ വന്നത്. ആനയെ കുളിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ 8 മണിക്ക് ശേഷമായിരിക്കും. സാധാരണ 7 മണിക്ക് ആനയെ കുളിപ്പിക്കുമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഗൂഗിളിൽ നോക്കിയപ്പോഴങ്ങനെ കണ്ടത്. സമയം മാറ്റി ആന ഉറക്കൊഴിക്കാൻ താമസിക്കുമെന്ന് തോന്നുന്നു. വണ്ടികൾ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. കണ്ടോ, തുരു വണ്ടി വരുന്നുണ്ട്. 1, 2, 3, 4. ഇപ്പോൾ പാർക്കിംഗ് ഏരിയ മൊത്തം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ട്രെക്കിങ്ങിന് പോകാനായിട്ട് വന്ന ആൾക്കാരാണ്. ഇവിടെ കതിരുമുടി ട്രെക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. നിനക്കറിയാമോ? എന്താണ് അതെ, ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരെല്ലാം ട്രെക്കിങ്ങിന് പോകാനായിട്ട് വന്ന ആൾക്കാരാണ്. പുതിയൊരറിവാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴല്ല, പിന്നൊരിക്കൽ. ഫോൺ മാത്രമേ. ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ടിക്കറ്റ് അവിടെയാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് നേരെയാണ്. അതിലേക്കുള്ള അല്ലേ ഗൈസ്? ടിക്കറ്റ് കിട്ടിയേ. ടിക്കറ്റ് കയ്യിരിപ്പുണ്ട്. പക്ഷേ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു മണിക്കൂർ ഞങ്ങൾ വീണ്ടും പോസ്റ്റാണ്. 1 മണിക്കൂറിന് ശേഷം മാത്രമേ ആനയെ കാണാനും പറ്റുള്ളൂ, ആന കുളിപ്പിക്കുന്നത് കാണാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ടിക്കറ്റ് കൊടുത്ത് അവിടെ പോയി വായി നോക്കി ഇരിക്കണം. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 9 മണിക്ക് ശേഷം വരുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. അതായത് 8:30 മണി കഴിഞ്ഞിട്ട്. അല്ലാതെ നിങ്ങൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ വന്ന് നിങ്ങളുടെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്ക് ആനയെ കാണണം, ആനയെ കുളിപ്പിക്കുന്നതാണ് കാണേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു എത്ര മണിക്ക് വരണം? ഒരു 8:30 മണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയാൽ മതി. ഇതാണ് നമ്മൾ അകത്ത് കയറുമ്പം ഫസ്റ്റ് കാണുന്ന വ്യൂ. നമ്മളിത് എൻട്രൻസിൽ നിന്ന് കയറി അകത്ത് കയറിയപ്പോൾ കാണുന്നതാണ് കേട്ടോ. നമ്മൾ ആരുമില്ല. അതെ, ഈ ഒരു നടപ്പാതയിൽ കൂടി നടന്ന് നമ്മൾ കുറച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ ആനയൊക്കെ കാണാൻ പറ്റും. നമുക്ക് ദൂരെ നിന്ന് ഒരു ആനയെ കാണാം. ഇതേ ഒരു ആന ഇത് അവിടെ നിൽപ്പുണ്ട്. അവർ പ്രത്യേകം പറഞ്ഞ് ആനയുടെ കൂട്ടിലൊന്നും പോയി കയറല്, ഒരിടത്തും പോകാൻ പാടില്ല, എവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ഇരുന്നോണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരൊക്കെ തൂങ്ങിയാടുന്നു. എത്രയ്ക്കുള്ളതൊന്നും ആയില്ല. അവിടെ ആകുമ്പോൾ എന്തും വില്ലന്മാരല്ലേ. മൂകാംബയിലെ കുരങ്ങന്മാരെ കണ്ടില്ലേ? എല്ലാം വില്ലന്മാരായിരുന്നു. ഗൈസ്, നമ്മളെ ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് അഡൾട്ട് പേഴ്സണ് ഒരാൾക്ക് 60 രൂപയും പിന്നെ പാർക്കിംഗ് കാറാണെങ്കിൽ 40 രൂപയും. അങ്ങനെ നമുക്ക് 2 പേർക്കും കൂടെ 160 രൂപയായി. അതായത് 2 പേർക്കും കൂടെ 120 പിന്നെ കാറിൻ്റെ 40 രൂപ, അങ്ങനെ 160. പിന്നെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. ബോട്ടിങ്ങിന് പ്രത്യേക ടിക്കറ്റ് എടുക്കണം. അത് ഇവിടെ അകത്ത് തന്നെയാണ്. പിന്നെ ക്യാൻറ്റീൻസ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കാപ്പിയൊന്നും കുടിച്ചില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഗൈസ്, ഇത് ഈ കാണുന്നുണ്ടോ? ഇവിടെയാണ് ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. നല്ല സ്ഥലം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നെയ്യാറിൻ്റെ റിസർവോയറാണ്. അതായത് നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ആനയൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന സ്ഥലം.
നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലം. ആ അതേ ദൂണ്ട് അവിടെ ഒരു ആനയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ആന നിൽക്കണണ്ടാ, ഡാൻസ് കളിച്ചോണ്ട്. ആ ഡാൻസ് കളിക്കുന്നു. ആഹാ അതാണ് രാവിലെ ഡാൻസ്. വെയിൽ കണ്ടതിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നതേ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തിയത്. ഇവിടെയാണ് ബോട്ടിങ് നടക്കണം കേട്ടോ. ഇത് ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് ചെയ്യുന്നത്. അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ കാത്ത് നിന്നൊരു 2 ഗജവീരന്മാരെ കണ്ടു തുടങ്ങി. കണ്ട, ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് ഈ ഫ്രണ്ടിൽ പറഞ്ഞത്. 86 വയസ്സുണ്ട് പുള്ളിക്ക്. കുളിക്കാനായിട്ട് പോകുന്നതാണ്. ഗൈസ് എനിക്ക് തെറ്റിയതാണ് കേട്ടാ, കുളിപ്പിക്കാൻ കൊണ്ടുവന്നല്ല, ആനയെ രാവിലെ നടത്തുന്നതാണ് കേട്ടാ. അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. ഗൈസ് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത്, ഇനിയും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചും ബോട്ടിങ്ങിന് പോകണം. ബോട്ടിങ്ങിൻ്റെ ചേട്ടൻ വന്നു അല്ലേ? ബോട്ടിങ് പോയാലേ? കുട്ടവഞ്ചി പോയിട്ടുണ്ടോ നീ? ഇല്ല, ആദ്യമായിട്ട് പോവുകയാണ്. കുട്ടവഞ്ചിയിൽ നമ്മൾ പോകാൻ പോവുകയാണ്. 1/2 മണിക്കൂറാണ് റൈഡ്. 200 രൂപ അല്ലേ? അല്ല 400 ഒരു വെള്ളത്തിന് 4 പേർക്ക് കയറാം അല്ലേ? ഇപ്പം നിലവിൽ നമ്മൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 പേർക്കും 400 രൂപ. 15 മിനിറ്റ് അങ്ങോട്ടും 15 മിനിറ്റ് ഇങ്ങോട്ടും, അങ്ങനെ മൊത്തം 30 ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആനയെ കുളിപ്പിക്കുന്ന ടൈമാവും തിരിച്ചു വരുമ്പോൾ. അപ്പോൾ നമുക്ക് പോയി റോബോട്ട് കറങ്ങിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഗൈസ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് 400 രൂപ. ലൈഫ് ജാക്കറ്റ് ഇട്ട് മാത്രമേ നമ്മൾ ബോട്ടിൽ കയറാവൂ. ഗൈസ് നമ്മളങ്ങനെ കയറാൻ പോവാണ്. താങ്ക് യു ഗൈസ്. നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടവഞ്ചിയിലാണ്. അപ്പോൾ ഇത് നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുള്ള പ്രദേശത്തൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 15 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല സോറി, 1/2 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റ് ഒരു വാക്കും, തിരിച്ച് അതേപോലെ 15 മിനിറ്റ് തിരിച്ചു വരാൻ. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ട് അവൈലബിൾ അല്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ ആന പുനരധിവാസ കേന്ദ്രമാണ്. അപ്പോൾ ആ ആനകളെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിലാണ് ആന കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ആന കൺസ്യൂം ചെയ്യുന്ന വെള്ളമാണ്. അപ്പോൾ അത് മലിനമാക്കാതിരിക്കാനാണ് സ്പീഡ് ബോട്ട് ഇവിടെ ഇറക്കാത്തത്. ഇത് നമ്മുടെ അഗസ്ത്യ റോഡത്തിന്റെ ഭാഗമാണ്. ഓ, ഈ കാണുന്ന അഗസ്ത്യ റോഡിന്റെ ഭാഗമാണ് അല്ലേ? മൃഗങ്ങൾ പാസ് ചെയ്ത് ഈ ഐലൻഡിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഓ, ഇത് ഇതാണ്ടാ മൃഗങ്ങളുടെ വഴിയാണ്. ഓ, ഇവിടെ ഓക്കെ. ആന പിന്നെ കാട്ടുപോത്ത്, പുലി, കടുവ ഇതൊക്കെ ഉണ്ട്. കാട്ടുപന്നി. അല്ല, ഇതിപ്പോ ഈ വെള്ളത്തിൽ എങ്ങനെ ഇത് ക്രോസ് ചെയ്യും? വെള്ളത്തിൽ അവർ നീന്തി വരും. നീന്തും? നീന്തുന്നത് ഒരു കാട്ടാനകൾ നീന്തി വരുന്ന റൂട്ടാണിത്. അത് വനമാണ്. അതിന്റെ മറു സൈഡാണ് നെയ്യാറിന്റെ മെയിൻ ഒഴുക്ക്. അവിടെ നിന്ന് നീന്തി നമ്മളെ ഈ വനത്തിൽ കയറിയിട്ട് ഇവിടെ നിന്ന് നേരെ ഐലൻഡിൽ വരും. ഗൈസ്, നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും, കുറേ വിവരങ്ങളും അറിയാൻ പറ്റും. മരമെല്ലാം ചാഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ്. ഓ, ഇതിന്റെ അടിയിൽ കൂടെ. ഇപ്പൊ നമ്മൾ അതിന്റെ മണ്ടേ കൂടെയാണ് പോണത്. ഗൈസ്, ഈ ഇതൊരു മരമാണ് കേട്ടോ. മരത്തിന്റെ താഴെ കൂടെ ആയിരുന്നു നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് മേളിലായി. അത്രമാത്രം വെള്ളം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഗൈസ്, ആ കാണുന്നതാണ് മൃഗങ്ങളെ കയറി പോണ സ്ഥലം കേട്ടോ. ആ ഒരു ചെറിയ വഴി. വേറെ ആളിവിടെ വന്നിട്ടുണ്ടല്ലോ കൂട്ടം. അത് എടുക്കാനായിട്ട് പോയി. ആനയുടെ ശബ്ദമല്ലേ കേട്ടത്? ആനയെ കുളിപ്പിക്കാൻ പറ്റി. നമുക്ക് ഇവിടെ എന്നാ കാണാം. അടുത്തോട്ട് പോകാൻ പാടില്ല. അതിനടുത്ത് പോകാൻ പാടില്ല. ഇവിടെ ഇപ്പൊ എത്ര ആനയുണ്ട് ചേട്ടാ? ടോട്ടൽ 15. വലുത് വലിയ ആനകൾ? വലിയ ആന 7 ബാക്കിയെല്ലാം ചെറുതാണ്.
എല്ലാത്തിനും ഇപ്പൊ ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുവരും. ഇപ്പൊ 4 ഇപ്പൊ ഇത് ഇവിടെ ഇത്രയേ ഉള്ളൂ, ബാക്കി ഇനി അങ്ങോട്ടാണ്. അങ്ങോട്ടാണ് അപ്പുറത്തെ സൈഡ്. ഇവരത് എത്ര മിനിറ്റ് ഇവിടെ നിൽക്കും? അരമണിക്കൂർ. അരമണിക്കൂർ അല്ലല്ല, 1 മണിക്കൂർ. 9 മണിക്കിറക്കി 10 മണിയാകുന്നേരം തേച്ച് കുളിപ്പിക്കും. പിന്നെ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോകും. ദേശമെല്ലാം അറിയപ്പെടുന്ന ആന. അവാർഡ് കിട്ടി, ഗിന്നസ് ബുക്കിൽ പേരായി, റിട്ടയർഡായി, അങ്ങനെയൊക്കെയാണ്. ഗിന്നസ് ബുക്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് കിട്ടിയത്? നമ്മളെ ഏറ്റവും പ്രായം കൂടുതലായത്. ഏറ്റവും പ്രായം കൂടിയാണ്. ഏറ്റവും 86 ഏറ്റവും വലിയ എത്ര പ്രായമാണ്? അതെ അതെ. ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഇവിടെ ഒരു മണി എന്ന് പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന കോന്നിയിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അതിന് പകരമായിട്ട് തന്നതാണ്. അതിന് പകരമായിട്ട് ഈ സോമനെ തന്നു. അവന് കൊമ്പ് ഇങ്ങനെ ആയിരുന്നു, പുറത്തിരുന്ന് ഇങ്ങനെ ചേർന്നിരുന്നു. പിന്നെ വെള്ളം എടുത്ത് ചീറ്റാൻ ആകാരം അപ്പൊ അതിനകത്ത് കട്ട് ചെയ്ത് മാറ്റി. അതാണ് ഇങ്ങനെ കൊമ്പ് മുറിച്ചേക്കാം. അതെ അതെ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ഷോർട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കിനി കരയിൽ ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അടിപൊളിയായിരുന്നു, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡ് അല്ലെങ്കിൽ കുട്ടവഞ്ചി റൈഡ് കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും കരയ്ക്കെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോണത് ആനയുടെ കുളിസി. ഒരാളതെ ഇവിടെ ഇട്ട് കുളിപ്പിക്കുകയാണ്, തേച്ചൊരച്ച് കുളിപ്പിക്കുകയാണ്. ഇതാണ് മിന്നി. നമുക്ക് സോമനെ കാണാൻ പോകാം. സോമൻ അതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ആന. അതെന്തുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 86 വയസ്സുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആന എന്നാണ് ഇത് അറിയപ്പെടുന്നതെന്നാണ്. അല്ലേ അറിയപ്പെടുന്നതല്ലേ? അതല്ലേ? അതെ, ഏറ്റവും പ്രായം കൂടിയാണ്. ഇതേ അവിടെ ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. അവിടെ ഉണ്ട് അതെ ആണ്. കൂടുതൽ അടുത്തോട്ട് പോയി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആനയുടെ അടുത്ത് പോകലെന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. മിന്നുവാനതെ കുളിച്ചിട്ട് പോവേ. അടുത്തത് നമ്മളെ മറ്റേ സോമനാണ് ഇല്ലടാ. നമ്മളെ സോമനാണ് കുളിച്ചിട്ട് എണീച്ചു. ഗൈസ്, ആന കുളിച്ച് കഴിഞ്ഞ് ഇനി കരയിൽ കയറി ആഹാരം തീറ്റിയാണ് എൻ്റെ ജോലി. ഗൈസ്, ആനകളെല്ലാം കൂടെ അസംബ്ലി ചെയ്യണ സ്ഥലമുണ്ട് ആഹാരം കഴിക്കാനായിട്ട്. നമുക്കിനി നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ വഴി. നമ്മൾ ഈ പവലിയനിൽ നിന്നാണ് നമ്മൾ ആന കഴിക്കുന്നത് കാണാം. ആനകളെല്ലാം നിർത്തിയിരിക്കുകയാണ്. 1, 2, 3 ആനയുണ്ട് അല്ലേ? ഇനിയുണ്ടല്ലോ, ഇനി ആന വരാനുണ്ടല്ലോ. ആനയ്ക്കുള്ള ചോറ് എടുക്കുന്നു. ചോറ് എടുക്കുമ്പോൾ ആനാഹാരം കഴിക്കുകയാണ്. വലിയ ഉരുള കേട്ടാ. ഇതിന് കുഞ്ഞുരുള. ബിരുദനായ ആന വരുന്നു. ഇവൻ രാവിലെ വന്ന മുതൽ ഡാൻസ് ആയിരുന്നു. തിരിഞ്ഞു നിന്നാട്ടെ. അവൻ സ്മാർട്ടാണ് ഞാൻ.
ആ കഴിച്ചാട്ടെ. ആനയെല്ലാം ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് യാത്രയാവുകയാണ്. ഓരോരുത്തരും ഓരോരുടെ കൂടുകളിലേക്ക് പോകും. ഗൈസ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീൻ ഇതാണ് കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ആഹാരം കഴിക്കാം. രാവിലെ കാപ്പി കുടിച്ചില്ല, അപ്പോൾ കാപ്പി കുടിച്ചിട്ട് ബാക്കി നമുക്ക് കാശ് അതാണ്. ഈ സംഭവം കണ്ട, ഇതാണ് ഒലട്ടി. ആനയ്ക്ക് കൊടുക്കണ പനമ്പട്ട എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. ക്യാൻറ്റീനിൽ കിട്ടുന്ന കാപ്പി, ഇഡ്ഡലിയും സാമ്പാറും. നമ്മൾ എവിടെ ചെന്നാലും ഇഡ്ഡലി സാമ്പാർ കിട്ടും. നമ്മൾ രാവിലെ ഇഡ്ഡലി കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോപോലെ. ഗൈസ് ഞങ്ങൾ കഴിച്ചിറങ്ങി. ഇഡ്ഡലി തിരക്കേടില്ല, കുഴപ്പമില്ല. വീട്ടിൽ കഴിക്കുന്ന ഇഡ്ഡലി പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സാമ്പാർ എനിക്ക് ഇത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാര്യം വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കൊഴുപ്പ് കൂടുതലാണ്. അതെ അതെ, കൊഴുപ്പ് കൂടുതലാണ്. ചായ ഉള്ളായിരുന്നു കേട്ടോ, നല്ല ചായ, ഏലക്കൊക്കെ ഇട്ട് ചായ. എന്നാലും അത്യാവശ്യം വറുത്തുള്ള സാധനം തന്നെയാണ്. 60 രൂപയേ ഉള്ളൂ അല്ലേ? ചായ കൊണ്ട് ചേർത്ത് 80 രൂപ. നമുക്ക് 2 പേർക്കും 80 രൂപയ്ക്കകത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വയറും നിറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടി ആനകൾ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞത്, അവിടെയും കൂടെ പോയി കാണാം. ഗൈസ് നമ്മൾ കുട്ടി ആനയെ കാണാൻ വന്നതാണ്. പക്ഷേ കുട്ടി ആനയെ കണ്ടില്ല, അത് വേറെ സ്ഥലത്താണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട മിന്നയെ കാണാം. ദേ അതാണ് മിന്ന. തൊട്ടിപ്പുറത്തിരിക്കുന്ന പൊടിച്ചി. ഈ ആ കാണുന്നത് ആരടാ? അമ്മു. ഓക്കെ, അമ്മു. ഇതോ പൊടിച്ച് നടുക്ക് ഇപ്പുറത്തേക്കണം മിന്ന പൊടിച്ചി അമ്മു. ഓക്കെ, അപ്പോൾ നമുക്കിനി പകത്ത് കയറി കാണാനുള്ള ഓപ്ഷൻസ് നമുക്കില്ല, അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാര്യം ആന നമ്മളെ ചവിട്ടും. അതുകൊണ്ട് നമുക്ക് നേരെ ഇനി അടുത്ത് കുഞ്ഞാനകളെ കാണാൻ പോകാം. ഗൈസ് അങ്ങനെ നടന്നു വന്നപ്പോൾ ഇതേ ഒരു കുട്ടിയാണ്. ഇത് കുട്ടിയാനയല്ലല്ലോടാ, ഇത് വലിയ ആനയല്ലേടാ. 5 വയസ്സ് വഴക്കമുള്ള ആനയാണ്. ആശ എന്താ മര്യാദയ്ക്ക് നിൽക്കുകയാണ്, നമ്മളതൊന്ന് ശല്യം ചെയ്യാതിരുന്നാൽ മതി. പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഹലോ ഹലോ ഹലോ, നോക്കണ്ട. എന്താണ് പേര്? എന്താണ് പേര്? നോക്കി നിൽക്കുകയാണ്, മിക്കവാറും അറിയാൻ സാധ്യതയുണ്ട്. ഗൈസ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടിക്കും. എറിഞ്ഞ് ഗൈസ്, എറിഞ്ഞ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഹായ് ഹായ് ഹായ്. ആഹാ തിന്നാ നമുക്കതാ. ഗൈസ് നമ്മൾ ആ ആന കഴിഞ്ഞിട്ട് അടുത്ത വേറെ 2 ആന ഇടത്തേക്ക് എത്തി. 2 അല്ല 3 പേര്. അത് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. എല്ലാം കുഞ്ഞു കുഞ്ഞാനകളാണ് കേട്ടോ. തീരെ പൊടിയല്ല. അവിടെ കാണാം. ഇതൊരാന, ഇവിടെ ഒരാനയുണ്ട്, ഇവിടെ ഒരാനയുണ്ട്. എല്ലാം കുഞ്ഞു കുഞ്ഞാന. കുഞ്ഞു കുഞ്ഞാനെന്ന് പറയുമ്പം ഒരു 5 വയസ്സ് 6 വയസ്സ് 8 വയസ്സ് ആ റേഞ്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ് നമുക്കിനി പുറത്തിറങ്ങാം. ഗൈസ് അപ്പോൾ നമ്മളെ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2006. യെസ്, 2006 ആക്ച്വലി റീഹാബിലിറ്റേഷൻ ആയിട്ടല്ല, മ്യൂസിയം ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എലിഫൻറ്റിൻ്റെ മ്യൂസിയം, എലിഫൻറ്റ് പാർക്ക്. അതായത് ശ്രീലങ്കയിലൊക്കെ ഉള്ള പോലത്തെ എലിഫൻറ്റ് പാർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് റീഹാബിലിറ്റേഷൻ സെൻറ്ററായിട്ട് മാറ്റി. ഇതേ ഇവിടെ പറഞ്ഞുണ്ട് കേട്ടോ, നമ്മുടെ ലാസ്റ്റ് ആനയാണ്. അതായത് ഈ നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ലാസ്റ്റ് ആന, എൻട്രൻസിൻ്റെ അടുത്തായിട്ട്, എക്സിറ്റിൻ്റെ അടുത്തായിട്ടുള്ള ആനയാണ്. ആശാൻ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടക്കണം. പ്രവർത്തനങ്ങൾ മീൻസ് ഒരുപാട് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ മാത്രമല്ല ഇവിടെ,
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനകളെ ഒരുപാട് കാണാം. ആനകളെ എങ്ങനെ പരിപാലിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കൂടുതലായിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം വരുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്. നമ്മളിവിടെ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അതായത് ആനയുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെയൊക്കെ നമ്മൾ സയൻസ് മ്യൂസിയം പോലെ അതിൻ്റെ ഇതല്ലേ സ്കെൽട്ടനൊക്കെ വെച്ചിരിക്കുന്നത്, സ്കെൽട്ടനൊക്കെ വെച്ചിരിക്കുന്ന മ്യൂസിയം, അങ്ങനത്തെ മ്യൂസിയം. പിന്നെ അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോട്ടേജസ് ഉണ്ട് കേട്ടോ. അത് വേറൊരു പ്രത്യേകതയാണ്. നമുക്ക് വേണമെങ്കിൽ 1 day ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ കോട്ടേജസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫുഡെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം റീസണബിൾ റേറ്റാണ്. ഒരു 3 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതിന് അറൗണ്ട് 7,500 രൂപ അതിനകത്തുള്ളൂ ഒരു നൈറ്റ്. അതായത് 3 ഫാമിലിക്കാണ് ഏകദേശം 12 പേർക്ക് താമസിക്കാം അല്ലേ. ശനി ഞായറും വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇതിൽ നിന്നും കുറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിതേ തിരിച്ച് നമ്മൾ കറങ്ങി നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടു ബി നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ആനന്ദ് നായർ സൈനിങ് ഔട്ട് ഫ്രം സൺഡേ ട്രാവൽ വ്ളോഗ്സ്. ബൈ ബൈ.